ഹായ്, ഗുഡ് ഈവനിങ്. നേരത്തെ പാർട്ടിലുള്ള വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞത് പ്രോബിനെ കുറിച്ചാണ്. പ്രോബിനെ കുറിച്ചും അതുപോലെ തന്നെ ഏകദേശം DSOനെ കുറിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാണ് DSO, അതുപോലെ തന്നെ പ്രോബിന്റെ കാര്യം എന്താണ്, ഏത് ടൈപ്പ് പ്രോബെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ പ്രോബിന്റെ ആ ഒരു മാർക്കിംഗ് എന്താണ്, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് DSOയിലേക്ക് ഡയറക്റ്റ് പോവാം. ഈ DSOയില് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, രണ്ട് ചാനലുണ്ട്. ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു 10 അല്ലെങ്കിൽ 11 ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് DSO വേണമെങ്കിലും വളരെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതില് പ്രോബ് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് പ്രോബ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ചാനൽ 1 ഇൻപുട്ട് കൊടുക്കാം, അതുപോലെ തന്നെ ചാനൽ 2ന്റെ വേറൊരു പ്രോബ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ഇൻപുട്ട്. ഓക്കെ, ആദ്യത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ചാനൽ സെലക്ഷൻ ആണ്. അതെല്ലാത്തിലും എല്ലാ DSOയിലും ഈ ഒരു മെത്തേഡ് തന്നെ ഉണ്ടാകും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നത് ഏത് DSO വേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കുന്നത് ചാനൽ സെലക്ഷൻ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇത് മാത്സ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു ഓപ്പറേഷൻ ആണ്. അത് നിങ്ങൾ അധികം ഉപയോഗിക്കുന്നില്ല. നിങ്ങൾക്ക് വേണ്ടത് 1, 2, അതായത് ഇതാണ് ചാനൽ 1ന്റെ സെലക്ഷൻ സ്വിച്ച്. അതുപോലെ തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവും ചാനൽ 2നും, ഇതുപോലെ തന്നെ സെലക്ഷൻ സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ ചാനൽ 1ന്റെ മെനു ഒക്കെ വരുന്നത് ഈ ഒരു സെലക്ഷൻ സ്വിച്ച് ആണ്. ഈ സെലക്ഷൻ സ്വിച്ച് എന്തിനാ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ആ ചാനൽ സെലക്ട് ചെയ്യുക, അതിനെ ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. ചില സമയത്ത് ഒരു ചാനൽ മാത്രം മതിയാവും, ചില സമയത്ത് 2 ചാനലും വേണ്ടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മളെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് ചാനൽ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉപയോഗിക്കുന്ന സ്വിച്ചാണ് ഈ സെലക്ഷൻ സ്വിച്ച്. അപ്പോൾ നമുക്ക് അതിന്റെ ഓപ്പറേഷൻ നോക്കാം. ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും നോക്കാം. ഇവിടെ ഒരു യെല്ലോ ലൈൻ, റഫറൽ ലൈൻ വരുന്നുണ്ട്. അതായത് സിഗ്നൽ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല, ഒരു ലൈൻ മാത്രമേ ഉണ്ടാവും. ഇതാണ് ചാനൽ 1ന്റെ റഫറൽ ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് ചാനൽ 1ന്റെ റഫറൽ ലൈൻ. ഇനി ഇത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സ്ക്രീനിൽ എന്താ സംഭവിക്കും നോക്കുക. സ്ക്രീനിൽ നോക്കുക, ചാനൽ 1 കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും, കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ സെറ്റിങ്സ് ശരിയാക്കി റെഡിയാക്കിയിട്ട് കൊടുക്കണം. ഇത് നമ്മൾ തന്നെ സെറ്റ് ചെയ്യേണ്ടതാണ്. ഓരോ സെറ്റിങ്സും ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം. ഇതിൽ നോക്കുക, ചാനൽ 1 കപ്ലിംഗ് 1. കപ്ലിംഗ് ഇവിടെ കാണുന്നത് DC എന്നായിരിക്കും കാണുന്നുണ്ടാവുക. ശരിക്കും ശ്രദ്ധിക്കുക, DC എന്നാണ് ഉണ്ടാവുക. ഇത് ഈ കപ്ലിങ്ങിന്റെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ എന്ന് പറഞ്ഞാൽ ഇത് നേരെയുള്ള ഈ ഒരു സ്വിച്ച് ആണ്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ നോക്കുക, ഇപ്പോൾ AC എന്ന് കണ്ടു, ഇപ്പൊ ഗ്രൗണ്ട് എന്ന് കണ്ടു, പിന്നെ DC, അതായത് 3 കപ്ലിംഗ് ആണ് ഉണ്ടാവുക. DC, AC, ഗ്രൗണ്ട്. ഈ 3 എന്തിനാന്നുള്ളത്, ഒന്ന് ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ആ റഫറൽ ലൈൻ നമുക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ഈ ഗ്രൗണ്ടിൽ എന്ത് സിഗ്നൽ കൊടുത്താലും ഒന്നും കാണാൻ പറ്റില്ല, അത് ഗ്രൗണ്ട് ആയിരിക്കും, ഗ്രൗണ്ടുമായിട്ടായിരിക്കും ഇതിന്റെ ടച്ച്. അപ്പോൾ ഇതിലെ റഫറൽ ലൈൻ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഇത് എവിടെയാണ് ഉണ്ടാകാനുള്ളത്. ഇതിവിടെ ഇങ്ങനൊരു റഫറൽ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. 2 രീതിയിൽ നമുക്ക് റഫറൽ ലൈൻ കാണാൻ പറ്റും. ഇതേ ടൈപ്പ് തന്നെയാണ് നമുക്ക് CROയിൽ ഇങ്ങനെ തന്നെയാണ്. ഇനി അടുത്ത് നോക്കുക DC എന്നുള്ളത്. DC ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല്, നിങ്ങൾക്ക് ചില സിഗ്നലിൽ DC കമ്പോണന്റ് ഉണ്ടാവും, AC കമ്പോണന്റ് ഉണ്ടാവും. ചില സിഗ്നലിൽ AC കമ്പോണന്റ് മാത്രമേ ഉണ്ടാവൂ. അപ്പൊ DCയിലിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല്, DCയിലിട്ട് കഴിഞ്ഞാല് AC കമ്പോണന്റും കാണാൻ പറ്റും, DC കമ്പോണന്റും കാണാൻ പറ്റും. അത് ചില എക്സ്പെരിമെന്റ്, അതായത് ഉദാഹരണത്തിന് നമ്മളെ ക്ലാമ്പറിൽ നമ്മൾ ക്ലാമ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് അതിലൊരു DC കമ്പോണന്റും കൂടി ഉണ്ടാവും. അപ്പൊ ഈ DC കമ്പോണന്റും കൂടി കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഷുവർ ആയിട്ടും ഇത് DCയിൽ തന്നെ സെലക്ട് ചെയ്യണം. ഇനി AC സെലക്ട് ചെയ്തതിന് എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള AC കമ്പോണന്റ് മാത്രമേ എന്തായുള്ളൂ, അത് കാണുള്ളൂ. മനസ്സിലാക്കുക, DC കമ്പോണന്റ്, AC കമ്പോണന്റ്. DCയിൽ ഇട്ട് കഴിഞ്ഞാൽ DC കമ്പോണന്റ്, AC കമ്പോണന്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി കപ്ലിംഗ് ACയിൽ ഇട്ട് കഴിഞ്ഞാൽ AC കമ്പോണന്റ് മാത്രമേ കാണാൻ പറ്റൂ.
അത് കാണിച്ചുതരാം അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. ആ സിഗ്നലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം റെഫറൽ ലൈൻ എവിടെ നോക്കാം. അതിന് കപ്ലിംഗ് എന്ത് ചെയ്യണം? ഗ്രൗണ്ടിൽ ഇടുക. ഗ്രൗണ്ടിൽ ഇട്ടിട്ട് ഇതാണ് ഇതിന്റെ റെഫറൽ ലൈൻ. ഇനി ഞാൻ സിഗ്നൽ ഡി സിയിൽ കൊടുക്കുമ്പോൾ എന്താ നോക്കുക. ഡി സിയിൽ എന്റെ ക്ലാമ്പർ സർക്യൂട്ടിന്റെ ഏതാണ്ട് ഒരു ക്ലാമ്പർ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടാണ് ഇത്. ഇത് ഫംഗ്ഷൻ ജനറേറ്ററിൽ ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പക്ഷെ ഇത് ക്ലാമ്പർ സർക്യൂട്ടിന്റെ ഒരു ഏകദേശം ഒരു ഔട്ട്പുട്ടാണ്. ഇതാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? എനിക്ക് സിഗ്നൽ എന്ന് പറയുന്നത്. അതായത് ഈ റെഫറൽ ലൈനിന്ന് ഇങ്ങനെ ക്ലാമ്പ് ചെയ്തിട്ട്, അതായത് ഡി സി കമ്പോണന്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിഗ്നൽ ആയിരുന്നു. ഇതിന് ഡി സിയിൽ ഇട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഡി സി കമ്പോണന്റും എ സി കമ്പോണന്റും നമുക്ക് കാണാൻ പറ്റിയത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എ സിയിൽ ഇട്ട് നോക്കാം. എ സിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിങ്ങനെ റെഫറൽ ലൈന് കംപ്ലീറ്റ് മാറും. അതായത് അതിന്റെ ഡി സി കമ്പോണന്റ് കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് എ സി കമ്പോണന്റ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഇത് ഇപ്പോ ഒരു ക്ലാമ്പർ സർക്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് കപ്ലിംഗ് എ സിയിലിട്ട് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ അത് ക്ലാമ്പ് ചെയ്തായിട്ട് കാണൂല. സർക്യൂട്ട് ശരിയായിരിക്കും, ഔട്ട്പുട്ട് ശരിയായിരിക്കും, പക്ഷെ നിങ്ങൾ ഇത് മെഷർ ചെയ്യുന്ന മെത്തേഡ് എന്ത് ചെയ്യും? തെറ്റിപ്പോകുന്നതുകൊണ്ടാണ് അത് കിട്ടാത്തത്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കപ്ലിംഗ് മിക്ക എക്സ്പീരിയൻസിലും നമുക്ക് ഇത് ഡി സിയിൽ മതി, ഡി സിയിലെ ചെയ്താൽ മതി. ഏകദേശം എല്ലാം സെയിം ആണ്. ഡി സിയിലാവുമ്പോൾ എന്താണ്? ഡി സി കമ്പോണന്റ് എ സി കമ്പോണന്റ് ഉണ്ടാവും. ചില കേസിൽ മാത്രമേ എ സി കമ്പോണന്റിൽ ഇടേണ്ടി വരുള്ളൂ. അത് ഏത് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെക്ടിഫയറിന്റെ ഫിൽട്ടർ ചെയ്യുന്ന വിചാരിക്കുക. ഫിൽട്ടർ ചെയ്യുമ്പോൾ ഡി സി കമ്പോണന്റ് കൂടുതലും എ സി കമ്പോണന്റ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഡി സിയിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാണൂല. അപ്പൊ അങ്ങനെ കാണാത്തരം എ സി കമ്പോണന്റ് മാത്രം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എ സി കമ്പോണന്റ് ആക്കിയിട്ട് അതിനെ വലുതാക്കിയിട്ട് അതിന്റെ മെഷർമെന്റ് എടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള അവസരത്തിൽ അവസരത്തിലാണ് എന്ത് ചെയ്യുക? എ സി കമ്പോണന്റ് ഉപയോഗിക്കുക. മിക്ക എക്സ്പെരിമെന്റിലും വേണ്ടത് ഡി സി കമ്പോണന്റ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ക്ലാമ്പർ സർക്യൂട്ടിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇത് എപ്പോഴും കപ്ലിംഗ് ഡി സിയിലായിരിക്കും. ഈ ഒരു ഡി സിയും എ സിയും മനസ്സിലായെന്ന് വിചാരിക്കണം. ഞാൻ അടുത്ത സെറ്റിങ്സ് എന്ന് പറയുന്നത് പ്രോബാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ ഒരുപാട് പറഞ്ഞത് പ്രോബിനെ കുറിച്ചാണ്. നിങ്ങൾ ഈ രണ്ട് സെറ്റിങ്സ് മാത്രമേ ഇതിൽ ചെയ്യേണ്ടുള്ളൂ. ഒന്ന് കപ്ലിംഗ് കറക്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോബ് കറക്റ്റ് ചെയ്യുക. ഏത് ഡി എസ് ഒ തുറന്നു കഴിഞ്ഞാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റിങ്സും റെഡിയാക്കുക എന്നുള്ളതാണ്. പിന്നെ ഇൻവേർട്ട് എന്ന് പറയുന്നത് ഓഫ് തന്നെ ചെയ്തു വെക്കണം. കാരണം ഇൻവേർട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിനെ ഇൻവേർട്ട് ചെയ്യും. ഈ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് അതൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അതാ ജസ്റ്റ് അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്യും? അപ്പടിപ്പുറം മാറും. അപ്പൊ ഇൻവേർട്ട് എപ്പോഴും ഓഫിൽ തന്നെ കീപ്പ് ചെയ്യുക. ഇതൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. ആദ്യം കപ്ലിംഗ് സെറ്റ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ പ്രോബ്. അപ്പൊ പ്രോബ് ഞാൻ നേരത്തെ പറഞ്ഞതിന് ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പ്രോബ് 10:1 അല്ലെങ്കിൽ ഇൻറ്റു 10 അല്ലെങ്കിൽ 10 അല്ലെങ്കിൽ 10x എന്ത് വേണമെങ്കിൽ പറയാം. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഏതാണോ പ്രോബ് ഉപയോഗിച്ചിട്ടുള്ളത് അതിന്റെ പ്രോബ് ഇവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ പ്രോബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്, ഇതിന്റെ കൺട്രോൾ ചെയ്യാനുള്ള. ആ സ്വിച്ചിൽ ഇത് അറ്റനേഷൻ എന്ന് കാണും. ഇത് ചിലപ്പം പ്രോബ് എന്നായിരിക്കും, അല്ലെങ്കിൽ ചില ഡി എസ് ഒ അറ്റനേഷൻ എന്നായിരിക്കും. അത് എന്താ മിക്കവാറും പ്രോബ് അല്ലെങ്കിൽ അറ്റനേഷൻ, ആ രണ്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ളൂ. ഈ അറ്റനേഷൻ എന്ത് ചെയ്യുക? ഇവിടുന്ന് മാറ്റി കൊടുക്കുക. 20, 50. അപ്പൊ ഈ 100x അല്ലെങ്കിൽ 100 ഇൻറ്റു എന്നാണ്. അപ്പൊ ഇതെല്ലാം മീൻ ചെയ്യുന്ന എന്താണ്? ഇത്രയും പ്രോബുകൾ അവൈലബിൾ ആണ്. 200, 500, 1000, 1 ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണക്ഷനാണ്. നേരത്തെ പറഞ്ഞ ഞാൻ കഴിഞ്ഞു. 10 ഇൻറ്റു. ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ്? 10 ഇൻറ്റു ആണ് മറ്റേ പ്രോബ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രോബ് ഇപ്പോഴും എന്തായിരിക്കും? 10 ഇൻറ്റു ആയിരിക്കും. അപ്പോൾ മാത്രമേ എന്താവുള്ളൂ? ഇതിൽ കറക്റ്റ് മെഷർമെന്റ് വരുള്ളൂ. അത് ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ മെഷർമെന്റ് എന്താണ്? ഞാനിപ്പോ 1 വോൾട്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ രണ്ട് ഏരിയയിലാണ് ഉള്ളത്. അത് മെഷർമെന്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യത കുറവ്. ഇതിന്റെ മെഷർമെന്റും കൂടി പറഞ്ഞിട്ട് പറഞ്ഞുതരാം. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ 500 മില്ലി വോൾട്ടാണ് ഉള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 500 1 വോൾട്ട് ആവും. ഇനിയിപ്പോ ഈ അറ്റനേഷൻ ഞാൻ വേറെ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കാം. 20 ഇൻറ്റു എന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എത്രയുള്ളത്? ചാനൽ 1 വോൾട്ടിലാണ്. അതായത് ഇവിടുന്ന് ഇവിടം വരെ 1 വോൾട്ട്. ഈ വേവിന്റെ ഇപ്പൊ കാണിക്കുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 2 വോൾട്ടാണ്. നമ്മൾ എത്രയേ കൊടുത്തിട്ടുള്ളൂ? 1 വോൾട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 2 വോൾട്ടാണ് അവിടെ കാണിച്ചത്. അത് എററാണ്.
അത് ഈ അറ്റനേഷൻ ശരിയാകാത്തതിനുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം, ആ പ്രോബ് അത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മെഷർമെന്റും കൂടി പറഞ്ഞു തന്നിട്ട് ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ഈ അറ്റനേഷന്റെ പ്രശ്നമുള്ളത്. അപ്പൊ അറ്റനേഷൻ ഇപ്പൊ മനസ്സിലാക്കുക, അറ്റനേഷൻ എന്ത് ചെയ്യണം, കറക്റ്റ് ഏതാണോ നമ്മൾ പ്രോബ് ഉപയോഗിക്കുന്നത് ആ പ്രോബ് തന്നെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ ഒരു മൊത്തം കൺട്രോളിങ്ങിന്റെ എല്ലാ മിക്ക DSOയിലും കാണും ഇങ്ങനെ ഒരു നോബ് കാണും. മൊത്തം കൺട്രോളിങ് നമുക്ക് എന്ത് ചെയ്യാൻ ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിലിങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് രണ്ടും ഇതിൽ കാര്യമായിട്ട് ചെയ്യേണ്ടത് കപ്ലിങ്, അതുപോലെ തന്നെ പ്രോബ് 20-ലാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇൻവേർട്ട് എപ്പോഴും ഓഫ് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തിൽ ചെയ്യാനുള്ളത്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനൽ 1ന്റെ കേസ് മാത്രമാണ്. ഇനി ചാനൽ 1ലെ അടുത്ത ഒരു കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് വോൾട്ട് പെർ ഡിവിഷൻ. ഇതാണ് ഇതിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അതായത് വോൾട്ടേജ് മെഷർമെന്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ മെഷർ ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ചെയ്യുക. ഈ ഒരു നോബിന്റെ ശരിയായ പേര് എന്ന് പറയുന്നത് വോൾട്ട് പെർ ഡിവിഷൻ ആണ്. വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവിഷനിൽ എത്ര വോൾട്ടേജ് നമ്മൾ സെറ്റ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ സ്ക്രീൻ എന്ന് പറയുന്നത്, ഈ സ്ക്രീൻ ശരിക്കും ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ മുമ്പ് ഉപയോഗിച്ച ഒരു ഗ്രാഫ് പോലെയാണ്. ഇവിടെ ഓരോ ഗ്രിഡ് കാണാം. 1 2 3 4 5 6 7 8. ഇപ്പുറത്തേക്ക് ഒന്നുണ്ടോ, 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ഗ്രിഡ് കാണാം, അല്ലെങ്കിൽ ഡിവിഷൻ കാണാം. ഇതിൽ ഡിവിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ വലിയ ഒരു കള്ളി ഉണ്ടല്ലോ, അതാണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അത് മുകളിലേക്കും ഒരു ഡിവിഷൻ, ഇങ്ങോട്ടാണ് ഈ സൈഡിലേക്കും എന്താണ് ഇങ്ങനെയാണ്. അതായത് വെർട്ടിക്കലിലേക്കും എന്താണ് ഇങ്ങനെയാണ്, ഹൊറിസോണ്ടലിലേക്ക് ഇങ്ങനെയാണ്. ഈ വെർട്ടിക്കലി ഹൊറിസോണ്ടൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ആംപ്ലിറ്റ്യൂഡ് പറയുക എങ്ങനെയാണ്, വെർട്ടിക്കൽ ആയിട്ടാ പറയുക. ഇങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ പറയുന്നത് എന്തായിരിക്കും, ഹൊറിസോണ്ടൽ ആയിട്ട് പറയുന്നത്, അതായത് എക്സ് ആക്സിസിൽ പറയുന്നത് ടൈം പീരീഡ് ആയിരിക്കും. ഒരു DSOയില് നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് ടൈം പീരീഡും ആണ്, പിന്നെ രണ്ടാമത്തത് ആംപ്ലിറ്റ്യൂഡും ആണ്. അപ്പൊ ആ ആംപ്ലിറ്റ്യൂഡ് വൈ ആക്സിസിൽ, എക്സ് ആക്സിസിൽ എന്തായിരിക്കും, ടൈം പീരീഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ മുമ്പ് ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്കെയില് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഇത്ര ഡിവിഷനിൽ ഇത്ര വോൾട്ടേജ്, അത് ഓൾറെഡി നിങ്ങൾ ഇപ്പൊ സിഗ്നൽ വേവ്സ് വരക്കുമ്പോഴും സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര ഡിവിഷനിൽ ഇത്ര വോൾട്ടേജ് ഉള്ളത്. അതേ മെത്തേഡ് തന്നെയാണ്. അതില് വോൾട്ട് ഡിവിഷൻ എന്ന് പറയുന്നത്, ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കുക, ഈ വലിയ കള്ളിയാണ് ഇവിടെ നോക്കിയിട്ട് ഇവിടം വരെ. അപ്പൊ അതായത് ഈ വെർട്ടിക്കല് അല്ലെങ്കിൽ വൈ ആക്സിസിൽ എത്ര ഡിവിഷൻ ഉണ്ടാവും, 1 2 3 4 5 6 7 8 ഡിവിഷൻ ഉണ്ടാവും. എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ ഉള്ളത്, 1 2 3 4 5 6 7 10. അപ്പൊ ഇതിന്റെ ഈ ഡിവിഷൻ കൊടുക്കുമ്പോൾ എവിടെയാണ് ചേഞ്ച് എന്ന് നോക്കുക. ഇതെന്താ, ഞാനിവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ചാനൽ 1 എന്ന് കാണുന്നുണ്ട്. ഇതാ 2 വോൾട്ട്, 5 വോൾട്ട്, 10 വോൾട്ട്, 20 വോൾട്ട്, 50 വോൾട്ട്, മാക്സിമം 50 വോൾട്ട്. പിന്നെ ക്ലോക്ക് വൈസിൽ ഞാനിപ്പോൾ നേരത്തെ തിരിച്ചത് ആന്റി ക്ലോക്ക് വൈസിലാണ്. ക്ലോക്ക് വൈസിൽ തിരിക്കുമ്പോൾ ഇത് കുറഞ്ഞു വരുന്നതാണ്. 5 വോൾട്ട്, 2 വോൾട്ട്, 1 വോൾട്ട്, 500 മില്ലി വോൾട്ട്, 200 മില്ലി വോൾട്ട്. ഇത് മീൻ ചെയ്യുന്നത് എന്താണ്, ഇപ്പോൾ ഇവിടെ 1 വോൾട്ട് ആണ്. 1 വോൾട്ട് ആണെങ്കിൽ ഈ ഒരു ഗ്രിഡ് അല്ലെങ്കിൽ ഒരു ഡിവിഷൻ 1 വോൾട്ട് ആയിരിക്കും. അതായത് നിങ്ങളൊരു സിഗ്നൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് 2 ഡിവിഷൻ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, 2 വോൾട്ട് ആയിരിക്കും. ഒരു ഡിവിഷൻ മാത്രമാണെങ്കിൽ 1 വോൾട്ട് ആയിരിക്കും. അപ്പൊ ഇതിന്റെ സ്കെയില് ഞാൻ മാറ്റിയിട്ട് 2 വോൾട്ട് ആക്കിയാൽ എന്തായിരിക്കും, ഈ ഒരു ഡിവിഷൻ കവർ ചെയ്യുമ്പോൾ തന്നെ 2 വോൾട്ട് ആയിരിക്കും. 2 ഡിവിഷൻ ആണെങ്കിൽ 4 വോൾട്ട് ആയിരിക്കും. നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന സിഗ്നൽ എന്താണ്, ഇപ്പോൾ 1 വോൾട്ട് സിഗ്നൽ ആണെങ്കിൽ 1 വോൾട്ട് സിഗ്നൽ ആയിരിക്കും. സിഗ്നലിന് യാതൊരു വിധ മാറ്റവും ഉണ്ടാവില്ല. പക്ഷെ മെഷർ ചെയ്യുന്ന ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡിവിഷൻസിനെ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുക, വലുതാകുക ചെറുതാകുക, അതാണ് സംഭവിക്കുക. ഒരു സിഗ്നൽ കൊടുത്തിട്ട് നോക്കാം, പറഞ്ഞുതരാം. ഞാനിപ്പോ ഒരു സൈൻ വേവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സൈൻ വേവ് നോക്കുക. ഇവിടെ കപ്ലിംഗ് ഞാൻ DC യിലേക്ക് മാറ്റുന്നു.
ഗ്രൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ റെഫറൽ ലൈന് കാണാൻ പറ്റും. ഇത് ഡി സിയിലേക്ക് മാറ്റുന്നു. ഡി സിയിലേക്ക് മാറ്റും. അതിലിപ്പോ എ സി കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഷിഫ്റ്റിംഗ് ഒഴിവാക്കിയിട്ടുണ്ട്. എ സി കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നോക്കുക, ഞാൻ ഇത് കൊടുത്തത് 1 വോൾട്ട് എ സി സപ്ലൈ ആണ്. 1 വോൾട്ടാണ് എ സി സപ്ലൈ. ഇനി ഞാൻ ഇവിടുത്തെ ഇത് നോക്കുക, വോൾട്ട് പെർ ഡിവിഷൻ. ഇവിടെ ഞാൻ എത്ര സെലക്ട് ചെയ്തിട്ടുള്ളത്? 2 വോൾട്ടാണ്. അപ്പോൾ 2 വോൾട്ട് പെർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിവിഷൻ 2 വോൾട്ട് എന്നാണ്. ഇത് ടോട്ടൽ എത്രയുള്ളത്? 1 വോൾട്ട് ആണ്. അപ്പൊ അത് എവിടെയാണ് നിൽക്കും നോക്കുക. അതിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? ഒരു ഡിവിഷന്റെ ആ ഒരു ഗ്രിഡിന്റെ ഇടയിലാണ് നിൽക്കുന്നത്. കാരണം എന്താണ്? ഈ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 2 വോൾട്ടിലല്ലേ, അപ്പൊ നേരെ പകുതിക്കാണ് വന്ന് നിൽക്കുക. ഇനി ഞാൻ ഈ വോൾട്ട് പെർ ഡിവിഷൻ 1 വോൾട്ട് ആക്കുന്ന വരുക. കണ്ട, ഒരു ഡിവിഷനിൽ ഏതാണ്ട് കറക്റ്റ് ആയിട്ട് വന്ന് നിൽക്കും. കാരണം ഇൻപുട്ട് മാറുന്നില്ല, ഇൻപുട്ട് 1 വോൾട്ട് തന്നെ ആയിരിക്കും. നമ്മൾ മെഷർ ചെയ്യാൻ എളുപ്പത്തിന് എന്ത് ചെയ്യുന്നു? ഈ ഡിവിഷൻ മാറ്റുന്നു. ഇനി അടുത്ത ഞാൻ കുറച്ച് ആ വോൾട്ട് ഡിവിഷൻ കുറച്ചും കൂടി കുറക്കുകയാണ്. 500 മില്ലി വോൾട്ട്. 500 മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ട്. 0.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? 2 ഗ്രിഡ് വേണ്ടി വരും. കണ്ട, 2 ഡിവിഷൻ കവർ ചെയ്യേണ്ടി വരും. എന്നാലേ 1 വോൾട്ട് ആവും. കൊടുക്കുന്ന ഇൻപുട്ട് 1 വോൾട്ട് തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ 1 വോൾട്ട് കൃത്യമായിട്ട് വരണം. അപ്പൊ 500 മില്ലി വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രണ്ടെണ്ണം കവർ ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ പിന്നെയും കുറച്ചു, 200 മില്ലി വോൾട്ട് ആക്കി. 200 മില്ലി വോൾട്ട് 0.2 വോൾട്ട്, 5 ഡിവിഷൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വോൾട്ട് പെർ ഡിവിഷൻ കുറക്കുന്നതനുസരിച്ചിട്ട് ഇതിന്റെ സൈസ് ഇങ്ങനെ കൂടി വരുന്നതാണ്. അതായത് ഇതിന്റെ നോബ് ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസിലാവുമ്പോൾ ഇതണ്ട, അതിന്റെ വോൾട്ട് പെർ ഡിവിഷൻ കുറഞ്ഞു വരും. പക്ഷെ എന്താണ്? ആ സിഗ്നലിന്റെ വലുപ്പം ഇങ്ങനെ കൂടി വരും. ആന്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ വോൾട്ട് പെർ ഡിവിഷൻ കൂടി വരുന്നതാണ്, സിഗ്നലിന്റെ സൈസ് കുറഞ്ഞു വരുന്നതാണ്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, സൂം ഇൻ സൂം ഔട്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിപ്പോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാൻ മതി? അപ്പൊ ഇത് സെറ്റ് ചെയ്യേണ്ട എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഏകദേശം മെഷർ ചെയ്യാൻ പാകത്തിൽ എന്ത് ചെയ്യാം? ഇത് വലുതാക്കുക, ചെറുതാക്കുക. മാക്സിമം വലുതാക്കുക, ഏറ്റവും വലുത്. പുറത്തു പോകരുത്, സ്ക്രീനിന്റെ ഉള്ളിൽ തന്നെ കിട്ടുന്ന ഏറ്റവും മാക്സിമം ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇതാണ് നമുക്ക് വേണ്ടത്. ആദ്യത്തെ സെറ്റിംഗ് ഇതാണ്. വോൾട്ട് പെർ ഡിവിഷൻ എന്ത് ചെയ്യണം? വോൾട്ട് പെർ ഡിവിഷൻ നിങ്ങൾ ഇതിൽ നോക്കിയിട്ട് ചെയ്യണ്ട. എന്ത് ചെയ്താൽ മതി? ഇതിനെ സിഗ്നലിനെ വലുതും ചെറുത്തും ആക്കുക, മാക്സിമം വലുതാക്കുക ഡിസ്പ്ലേയിൽ കിട്ടുന്ന രൂപത്തിൽ. എന്നിട്ട് ശേഷം ഇത് നോക്കിയാൽ മതി. ഇത് നോക്കുക. എന്നിട്ട് ഇതിന്റെ മീനിങ് എന്താണ്? ചാനൽ 1 ഇപ്പോ 0.2 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 0.2 വോൾട്ട് അല്ലെങ്കിൽ 200 മില്ലി വോൾട്ടിലാണ് ഇപ്പൊ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഈ പീക്ക് മുതൽ ഈ പീക്ക് വരെ, ഇതാണ് ഇതിന്റെ സെന്റർ. ഇവിടെ 1 എന്ന് കാണുന്നത് ഞാനിവിടെ ഏതെങ്കിലും ഒരു ഡിവിഷനിൽ കറക്റ്റ് ചെയ്ത് വെച്ചാണ്. ഇതാണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. അപ്പൊ പീക്ക് ടു പീക്ക് എന്ന് പറഞ്ഞാൽ ഈ പീക്ക് മുതൽ ഈ പീക്ക് വരെ നോക്കുക. ഇതിന്റെ പീക്ക് ടു പീക്ക് ഞാൻ 1 വോൾട്ടാണ് കൊടുത്തത്. പക്ഷെ ഇതിൽ നമുക്ക് മെഷർ ചെയ്ത് നോക്കാം. ഇതാ, ഇവിടുന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് 1 എന്ന് പറഞ്ഞാൽ 0.2, 0.2, 0.4, 0.6, 0.8, 1 വോൾട്ട്. കണ്ട, മനസ്സിലായില്ലേ? അപ്പൊ ഏകദേശം നമ്മൾ എന്ത് ചെയ്യാം? ഇത് തിരിച്ചിട്ട് സൂം ഇൻ സൂം ഔട്ട് മനസ്സിലാക്കിയാൽ മതി. ഇത് തിരിച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കാണുന്ന പാകത്തിൽ ഏറ്റവും വലുപ്പത്തിൽ എന്ത് ചെയ്യാം? ഇതിൽ സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മെഷർ ചെയ്യുക. അതിനുശേഷം മാത്രം വോൾട്ട് പെർ ഡിവിഷൻ നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്താൽ മെഷർ ചെയ്താൽ മതി. ഇനിയിപ്പോ ഞാൻ അടുത്തതിൽ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ, ഇവിടെ 0.5 എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്രിഡ് എന്ത് ചെയ്യാം? 0.5 ആയിരിക്കും. ഇവിടുന്ന് 0.5, 1 ഇങ്ങനെയും മെഷർ ചെയ്യാം. പക്ഷെ നമുക്ക് വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് ആയിരിക്കും എന്ത് മെഷർമെന്റ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആവും. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇതിനെ ഞാൻ ഓൾറെഡി ചെയ്തത് കണ്ടിട്ടുണ്ടാവും. ഇതിനെ വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓരോ ചാനലിന്റെയും വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. അതിനുള്ള നോബാണ് ഇവിടെ പൊസിഷൻ എന്ന് കാണും. മിക്കതിലും ഇതേ മെത്തേഡ് തന്നെ ഉണ്ടാകുക. എല്ലാ DSOയിലും ഇതേ മെത്തേഡ് തന്നെ ഉണ്ടാകുക. പൊസിഷൻ എന്ന് കാണും, വെർട്ടിക്കൽ പൊസിഷൻ എന്ന് കാണും. ഈ വെർട്ടിക്കൽ പൊസിഷൻ ആണ് ഇതിന്റെ ഈ നോബിന്റെ പേര്, വെർട്ടിക്കൽ പൊസിഷൻ. അപ്പൊ ഈ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, നമുക്ക് വെർട്ടിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. നേരത്തെ ഞാൻ മൂവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അത് എന്തിനാ മൂവ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോ ഇവിടെ മാക്സിമം കാണുന്ന രൂപത്തിലിട്ട് ഇനി ഒന്നും കൂടി കിട്ടുമോ നോക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാവും. ഇത് എന്തായാലും പുറത്ത് തന്നെയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എടുത്തു. ഇനി ഞാനിങ്ങനെ വോൾട്ടേജ് മെഷർ ചെയ്യണം. വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഡിവിഷൻ തുടങ്ങുന്നിടത്ത് വെക്കണ്ടേ?
അല്ലെങ്കിൽ എനിക്കിപ്പോ ഈ പകുതിക്ക് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവില്ല, ഈ പകുതിയെല്ലാം കൂട്ടുണ്ടായിരിക്കും, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഞാനിപ്പോ ഈ ഒരു ലൈനിൽ കൊണ്ടുവച്ചു ഈ ഒരു ഡിവിഷൻ. അപ്പൊ ഇവിടെ നമുക്ക് കൗണ്ട് ചെയ്ത് തുടങ്ങാം. ഇവിടെ 0.2 ഉള്ളത്, 0.2 ആകുമ്പോൾ 0.2, 0.4, 0.6, 0.8, 1. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്രയും ഈ മൂന്നെണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന് പൊസിഷൻ, അതുപോലെ തന്നെ ചാനൽ സെലക്ട് ചെയ്യുന്നത്, ചാനൽ ഇത് സെലക്ട് ചെയ്യാൻ, ഓൺ ചെയ്യാൻ, ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ കപ്ലിങ്, പ്രോബ് പറഞ്ഞതിന്, പിന്നെ വോൾപെയർ ഡിവിഷൻ, സൂമിന് സൂം ഔട്ട് ആലോചിച്ചാൽ മതി, ഇതും പറഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് ഞാൻ ചാനൽ 1ന്റെ കേസാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ കൺട്രോൾ എന്തുണ്ട്, ചാനൽ 2 എന്നുണ്ട്. സെയിം ഫംഗ്ഷൻ ആണ്. ഇത് വോൾപെയർ ഡിവിഷൻ ആണ് ചാനൽ 2ന്റെ, ഇത് ചാനൽ 2 സെലക്ഷൻ ആണ്, ചാനൽ 2ന്റെ വെർട്ടിക്കൽ പൊസിഷൻ മൂവ് ചെയ്യിക്കാനുള്ള നോബ് ആയത്. ജസ്റ്റ് നോക്കാം. ചാനൽ 2 ഓൺ ആകുമ്പോൾ തന്നെ ബ്ലൂ കളർ ലൈൻ കാണാം. കളർ ഉണ്ട്. ഈ കളറിൽ തന്നെ ഇതിന്റെ റബ്ബർ ലൈൻ ബ്ലൂ ആയിരിക്കും. നമുക്ക് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റും. പിന്നെ വോൾപെയർ ഡിവിഷൻ ഇവിടെ വേറെ തന്നെ വന്നിട്ടുണ്ട്. ചാനൽ 2 ഇപ്പോൾ 50 മില്ലി വോൾട്ടിലാണ് ഉള്ളത്. അപ്പൊ അത് നമുക്ക് സിഗ്നൽ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി, അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതാ നോക്കാം. ഞാനിപ്പോ ഇത് നേരെ ചാനൽ 2ലേക്ക് കണക്ട് ചെയ്യാം. ചാനൽ 2ൽ കണക്ട് ചെയ്തിട്ട് 50 മില്ലി വോൾട്ടിലാണ് ഉള്ളത്. ഇതിനുള്ള സെറ്റിങ്സ് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചാനൽ 1 ഓഫ് ചെയ്യാണ്. ചാനൽ 1 ഓഫ് ചെയ്തു. ഞാൻ ഇൻപുട്ട് കൊടുത്തത് ചാനൽ 1ൽ ഞാൻ മെഷർ ചെയ്തതാണ് 1 വോൾട്ട് പീക്ക് ടു പീക്ക് എന്നാണ്. ഇപ്പൊ ഇവിടെ ചാനൽ 2ന്റെ എന്താ ഉള്ളത്, 50 മില്ലി വോൾട്ടാണ് ഉള്ളത്. 50 മില്ലി വോൾട്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്, ഇവിടെ 50, 100 മില്ലി വോൾട്ടേ ഉള്ളൂ. അതായത് 0.1 വോൾട്ടേ ഉള്ളൂ. ഇവിടെ 1 വോൾട്ട് കൊടുത്ത്, പക്ഷെ കിട്ടിയത് എത്രയാണ്, 0.1 വോൾട്ട്. അത് ശരിയല്ലല്ലോ. അത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോബ് സെലക്ഷൻ കറക്റ്റ് ആയിരിക്കില്ല. നോക്കാം. കപ്ലിങ് എ സി ആയാലും ഡി സി ആയാലും കുഴപ്പമൊന്നുമില്ല, പരമാവധി നമ്മൾ ഡി സിയിൽ ഇടുക. പ്രോബ് എന്ന് പറയുന്നത് എന്താണ്, 1 ഇൻറ്റുലാണ് ഉള്ളത്. നിങ്ങൾ ഏതാ ഉപയോഗിച്ചിട്ടുള്ളത്, 10 ഇൻറ്റു അല്ലെങ്കിൽ 10x ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം, പ്രോബ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അറ്റനേഷൻ മാറ്റണം. അറ്റനേഷൻ എന്തായിരിക്കണം, 10 ആയിരിക്കണം. 10 ആയാൽ മാത്രമേ എന്താകും, കറക്റ്റ് മെഷർമെന്റ് കിട്ടുക. ഇപ്പൊ 500 മില്ലി വോൾട്ട്, ഇവിടെ 500, ഇവിടെ 1000 മില്ലി വോൾട്ട് അല്ലെങ്കിൽ 1 വോൾട്ട്. ഈ പ്രോബിന്റെ കാര്യം ശരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്യുക, മൂവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ 0.2 അല്ലേ, 0.2, 0.4, 0.6, 0.8, 1 വോൾട്ട്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചാനൽ 1ന്റെ ഈ കൺട്രോൾ, ചാനൽ 2ന്റെ ഈ കൺട്രോൾ സെപ്പറേറ്റ്. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കി പറഞ്ഞുതരാം.